അല്ലയോ നന്മ കാംക്ഷിക്കുന്നവരെ, മുന്നോട്ടു വരിക. തിന്മയുടെ ജന്മങ്ങളെ, നിങ്ങൾക്ക് മാറി നിൽക്കുവാനുള്ള സമയമായിരിക്കുന്നു. ഈ ആകാശവും ഭൂമിയും നന്മകളുടെ വസന്തോത്സവത്തിന് തയ്യാറായിരിക്കുന്നു. വിശ്വാസികളുടെ ലോകം റമദാൻ പിറയുടെ വെള്ളിരേഖ നോക്കി മാനത്ത് കണ്ണും നട്ടിരിപ്പാണ്. എന്തുകൊണ്ടാണ് ഇത്ര ആകാംക്ഷയോടെ വിശ്വാസികൾ കാത്തിരിക്കുന്നത്? നിശ്ചയമായും അത് വിമലീകരണത്തിനു വേണ്ടിയുള്ള കാലമാണ്. റമദാൻ എന്ന പദത്തിന് തന്നെ കരിച്ചു കളയുക എന്നർത്ഥമാണ്. അവനവൻ്റെ ഉള്ളിലെ തിന്മകളെ കരിച്ചു കളയാനും നന്മകളെ നട്ടുനനയ്ക്കാനുമുള്ള കരുതിവെപ്പ് കാലമാണത്. റമദാനിലെ വ്രതം ഒരു പരിചയാണെന്നാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠം. സ്വേച്ഛകളെയും ബാഹ്യപ്രലോഭനങ്ങളെയും ചിറകെട്ടി നിർത്തി തിന്മകളുടെ മാർഗങ്ങളെ പ്രതിരോധിക്കുന്ന ആത്മീയ പരിച. വെറും ഭക്ഷണത്തോടുള്ള ആഗ്രഹം മാത്രമല്ല നോമ്പുകാരൻ നിയന്ത്രിക്കുക. നാവിൻ തുമ്പിലെ അശ്ലീലങ്ങൾ, തലച്ചോറിൽ തിളക്കുന്ന കുതന്ത്രങ്ങൾ, ഞരമ്പുകളിൽ നുരഞ്ഞുവരുന്ന ആസക്തി, മസിലുകൾ ത്രസിപ്പിച്ചുവിടുന്ന ഹിംസ, ഇങ്ങനെ ആത്മാവിനെയും ശരീരത്തെയും പിടിച്ചുകെട്ടുന്ന മാസ്മരിക അനുഭവമാണ് റമദാൻ. അനാവശ്യമായും അധികമായും സംസാരിക്കുന്നത് പോലും നോമ്പിൻ്റെ ചൈതന്യത്തിന് നിരക്കാത്തതാണ്. നോമ്പ് ഒരു സാമൂഹിക സേവനമാണ്. അവരവരുടെ ചെറുവട്ടത്തിൽ നിന്നും അന്യനിലേക്കുള്ള ഇറങ്ങിപ്പുറപ്പെടൽ. കാരുണ്യവും സഹാനുഭൂതിയും പങ്കുവെക്കപ്പെടാതെ റമദാനില്ല. റമദാൻ വിശുദ്ധ ഖുർആനിൻ്റെ മാസം കൂടിയാണ്. ഒരു മഴ പോലെ കാവ്യാത്മകമായി മനുഷ്യരുടെ മേൽ പെയ്തിറങ്ങിയ മാസം. ദൈവം മഴയെ മുഴുവൻ മനുഷ്യർക്കുമാക്കിയതുപോലെ ഖുർആനും എല്ലാവരുടേതുമാണ്. മഴയുടെ കുളിരുപോലെ ഖുർആൻ മനുഷ്യ മനസ്സുകൾക്ക് സാന്ത്വനവും ആവേശവുമാവുന്നു. റമദാൻ നൽകുന്ന വലിയ സന്ദേശം ഇതാണ്. ഈ ഖുർആൻ മനുഷ്യരുടേതാണ്, അവരുടെ വഴിയും വഴികാട്ടിയുമാണ്. വിശുദ്ധ ഖുർആൻ എല്ലാവരുടേതുമാണെന്ന റമദാൻ സന്ദേശം നിങ്ങൾക്ക് ഹൃദയത്തിൽ നിന്നും കൈമാറുന്നു. ഈ റമദാനെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വരവേൽക്കാം. സ്നേഹം കൊണ്ട് നമുക്ക് പരസ്പരം ഇഫ്താർ ഒരുക്കാം. എല്ലാവർക്കും റമദാൻ ആശംസകൾ.